ഹലോ ഗൈസ്, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആനുവൽ കിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ. നീറ്റെ സംബന്ധിച്ചുള്ളതാണെങ്കിലും നമ്മുടെ ബോർഡ് എക്സാമിനെ സംബന്ധിച്ചുള്ളതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ആനുവൽ കിൻ്റെ. സോ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ഒരുപാട് മാർക്സും കിട്ടും. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ബേസിക്സ് ആയ കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? സെൽ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അതേപോലെ സെല്ലുലാർ ലെവൽ. സെല്ലുലാർ ലെവൽ. സെല്ലുലാർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് സെല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയതാ. മെയ്ഡ് ഓഫ് സെൽസ്. മെയ്ഡ് ഓഫ് സെൽസ്. ഇവരുണ്ടാക്കിയ സെല്ലിനെ കൊണ്ടാണ്. പക്ഷെ ഇവർ വർക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി. വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, സോ ഇവരുണ്ടാക്കിയ സെല്ലിനെ കൊണ്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അതായത് ഇവർ എന്ത് ചെയ്യത്തില്ല, ഗ്രൂപ്പ് ഒന്നും ഫോം ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ സെല്ലുലാർ ലെവൽ എന്ന് പറഞ്ഞാൽ സെല്ലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഓക്കെ, അത് നമുക്ക് സ്പോഞ്ചസ് കാര്യങ്ങളൊക്കെ കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇനി അടുത്തതാണ് ടിഷ്യൂസ്. ടിഷ്യൂസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. ഒരേപോലത്തെ സെല്ലിന്റെ ഒരു കൂട്ടാണ്, അല്ലെങ്കിൽ ഒരേപോലത്തെ സെല്ലിന്റെ ഗ്രൂപ്പാണ് എന്ത് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അവർ ഒറിജിനും കോമൺ ആയിരിക്കും. ഒറിജിൻ കോമൺ ആയിരിക്കും. ഓക്കെ, സോ ഗ്രൂപ്പ് ഓഫ് സെൽ, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആൻഡ് കോമൺ ഒറിജിൻ ആയിരിക്കും അവർക്ക് ഉണ്ടാകാം. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയ ഫങ്ഷൻ ആയിരിക്കും അവർ പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. ഓക്കെ, സോ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്, കോമൺ ഒറിജിൻ ആയിരിക്കും. അതേപോലെ ഒരു സ്പെസിഫിക് ആയ ഒരു ഫങ്ഷൻ ആയിരിക്കും അവർ പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഗൻ. ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ടിഷ്യൂസ്. വേറെ വേറെ ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പ്. ഓക്കെ, സോ വേറെ വേറെ ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ടിഷ്യൂസ്. ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ടിഷ്യൂസ്. ഓക്കെ, അവർ എന്തായിരിക്കും പെർഫോം ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഫങ്ഷൻ ആയിരിക്കും. പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. സോ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ടിഷ്യൂസ്. വേറെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പിനാണ് എന്ത് പറയാ, ഓർഗൻ എന്ന് പറയാ. അതേപോലെ അവര് ഒരു സ്പെസിഫിക് ആയ ഫങ്ഷൻ ആണ് അവര് പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ്. ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ്. ഒരുപാട് ഓർഗൻസ് ചേർന്നിട്ട് അവരെന്ത് ചെയ്യും? വർക്കിംഗ് ടുഗെദർ. ഒരുപാട് ഓർഗൻസ് ചേർന്നിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവും. വർക്കിംഗ് ടുഗെദർ. ഒരു ടീം ഒക്കെ പോലെ വർക്കിംഗ് ടുഗെദർ ആസ് എ ടീം ടു പെർഫോം എ മേജർ ബോഡി പ്രോസസ്. നമ്മുടെ ഒരു ശരീരത്തിന്റെ വലിയൊരു പ്രോസസ് ചെയ്യുന്ന ആരായിരിക്കും? ഒരു ഓർഗൻ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ ഒരുപാട് ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ഓർഗൻസ് ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ടീമായിട്ട് അവർ വർക്ക് ചെയ്തിട്ട് ഒരു വലിയൊരു പ്രോസസ്സ് അവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ് വർക്കിംഗ് ടുഗെദർ ആസ് എ ടീം ടു പെർഫോം എ മേജർ ഫങ്ഷൻ. ടു പെർഫോം എ മേജർ ഫങ്ഷൻ. മേജർ ഫങ്ഷൻ. ഓക്കെ, സോ റെഡി ആണോ? അപ്പം സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. സെല്ലുലാർ ലെവൽ എന്ന് പറഞ്ഞാൽ സെല്ലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അവര്
ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്, ഒറിജിൻ കോമൺ ആയിരിക്കും, ഒരു സ്പെസിഫിക് ആയ ഒരു ഫംഗ്ഷൻ അവർ പെർഫോം ചെയ്യുന്നുണ്ടാവും. ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറെന്റ് ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പാണ് ഓർഗൻ എന്ന് പറഞ്ഞാൽ, അവരും ഒരു സ്പെസിഫിക് ആയ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവും. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയ ഓർഗൻസിന്റെ ഒരു ഗ്രൂപ്പാണ്. അതേപോലെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് ടീമിനെ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു മേജർ ഫംഗ്ഷൻ ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, റെഡിയാണോ? ഓക്കെ, സോ ഇതൊരു ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. ഈ കാര്യം മറന്നു പോകരുത്. സെൽ എന്താണ്, സെല്ലുലാർ ലെവല് എന്താണ്, ടിഷ്യൂസ്, ഓർഗൻ, ഓർഗൻ സിസ്റ്റം. ഓക്കെ, ഓക്കെ ആണോ? ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? സിമെട്രി. ഓക്കെ, നമ്മൾ അടുത്ത അറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? സിമെട്രി ഈസ് ദ ബാലൻസ്ഡ് arrangement of body parts around a central axis or line. അതായത് നമ്മൾ ഒരു സെൻട്രൽ ആക്സിസ് അല്ലെങ്കിൽ ഒരു ലൈനിന്റെ മുകളിൽ കംപ്ലീറ്റ് ബോഡീനെ ബാലൻസ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? സിമെട്രി എന്ന് പറയുക. ഓക്കെ, നമ്മൾ സിമെട്രി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് സിമെട്രികൾ, ടു ടൈപ്സ് ഓഫ് സിമെട്രി. ഓക്കെ, ഏതൊക്കെയാ? ഒന്ന് എസിമെട്രി ആൻഡ് അതേപോലെ തന്നെ മറ്റേതെന്താ? സിമെട്രി. ഓക്കെ, സോ എസിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സെൻട്രൽ ആക്സിസിലൂടെ നമ്മളൊരു ബോഡീനെ കട്ട് ചെയ്യുക, ഒരു ഷേപ്പിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈക്വൽ ആയിട്ട് കിട്ടത്തേയില്ല. നമ്മൾ ഒരു സെൻട്രൽ പ്ലെയിനിലൂടെ ഒരു ബോഡീനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. ഓക്കെ, central plane can't divide body into two equal halves. ഓക്കെ, സോ എസിമെട്രി എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലെയിനിൽ കൂടെ നമ്മളൊരു ബോഡീനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. ഓക്കെ, അതാണ് എന്ത്? നമ്മുടെ എസിമെട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി സിമെട്രി എന്ന് പറഞ്ഞാൽ സിമെട്രിയിൽ രണ്ടാൾക്കാരുണ്ട്. ഓക്കെ, ഒന്ന് റേഡിയൽ സിമെട്രി, അതേപോലെ മറ്റൊന്ന് ബൈലാറ്ററൽ സിമെട്രി. റേഡിയൽ സിമെട്രി അതേപോലെ തന്നെ ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, സോ സിമെട്രിയിൽ രണ്ടാൾക്കാരുണ്ട്. ഒന്ന് റേഡിയൽ സിമെട്രി ആൻഡ് മറ്റേതാരാ? ബൈലാറ്ററൽ സിമെട്രി. അപ്പം എന്താണ് ഈ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിലും സെൻട്രൽ ആക്സിസിന്റെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ സെൻട്രൽ ആക്സിസിന്റെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടും. എനി പ്ലെയിൻ passing through central axis gives the body into identical halves. Okay, സോ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. ഓക്കെ, സോ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. സോ അതാണ് എന്ത്? റേഡിയൽ സിമെട്രി. ഇനി ബൈലാറ്ററൽ സിമെട്രി പറഞ്ഞാൽ നമ്മൾ സെൻട്രലിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടും. അതായത് ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ സെൻട്രലിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. ഓൺലി വൺ പ്ലെയിൻ ഗിവ് ഈക്വൽ ഹാഫ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ? നമ്മളൊരു ഹ്യൂമൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ആക്സിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ? ഈക്വൽ ഹാഫ് കിട്ടും അല്ലേ? സോ
നമ്മൾ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. റേഡിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്ലെയിനിലൂടെ ആണെങ്കിലും സെൻട്രലിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിൻ എടുക്കുകയാണെങ്കിലും നമുക്ക് അവിടെ എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ഹാഫ് കിട്ടുന്നുണ്ടാവും. ഇനി അതേപോലെ എസിമെട്രി ആണെങ്കിൽ നമ്മൾ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈക്വൽ ഹാഫ് കിട്ടത്തില്ല. അതാണ് എന്ത്? നമ്മുടെ എസിമെട്രി. ഓക്കെ, സോ സിമെട്രി റെഡി ആണോ? ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഓക്കെ, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതിന് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.